ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. എനിക്കൊരു പുതിയ സോങ്ങിൻ്റെ റെക്കോർഡിംഗ് കോൾ ഉണ്ട്. അടുത്തയാഴ്ച ഞാൻ ചെന്നൈയിലേക്ക് മടങ്ങും. ശ്രീറാം അത് പറഞ്ഞപ്പോൾ ദയ ഒഴികെ എല്ലാവരും കഴിപ്പ് നിർത്തി അവനെ നോക്കി. അല്ല, അത് നീ തിരക്കിട്ട് പോയ കാര്യങ്ങളെങ്ങനെ? നമ്മുടെ വില്ല പ്രൊജക്റ്റ്? ലീവ് ഇറ്റ് അച്ഛാ. ഇറ്റ്സ് നോട്ട് ഫെയർ. ഇവിടെയുള്ള ഒരു പറ്റം പാവങ്ങളുടെ ജീവിതം വഴിമുട്ടിച്ച് എന്തിനാ വെറുതെ? നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം. ശ്രീറാം തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ ഉദയൻ്റെ മുഖം വാടി. ശരണിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. എന്നിരുന്നാലും ശ്രീറാം പറഞ്ഞതിൽ ന്യായമുണ്ടെന്ന് മനസ്സിലാക്കി ഇരുവരും അതിനോട് പൊരുത്തപ്പെടാൻ തയ്യാറായി. അപ്പം നമ്മൾ തിരികെ പോവാണോ? ഗോപിക തൻ്റെ സംശയം മുതിർത്തപ്പോൾ ശരൺ ഗൗരവം കൊണ്ട് മറുചോദ്യം എറിഞ്ഞു. എന്താ, പോകണ്ടേ? അവൻ്റെ ചോദ്യം കേൾക്കെ ഗോപികയുടെ കണ്ണുകൾ ദേഷ്യത്തോടെ തുറച്ചു, ചൊടികൾ കൂർത്തു. എന്താടി? ശരൺ ഒരു തർക്കം തുടങ്ങുന്നതിൻ്റെ ആവേശത്തിൽ കസേരയിൽ നിന്നും അല്പം മുന്നോട്ടേക്കാഞ്ഞു. നീ പോടാ. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഗോപികയും. ഭക്ഷണത്തിൻ്റെ മുമ്പിലിരുന്ന് തമാശ കളിച്ച രണ്ടിനെ ഞാൻ ശരിയാക്കും. ശ്രീറാം ശാസനയോടെ ഒച്ചയുയർത്തിയപ്പോൾ ഇരുവരും നിശബ്ദരായി. പരുഷമായ ശ്രീറാമിൻ്റെ സംസാരം ദയയെ അല്പം ഭയപ്പെടുത്തി. അവൾ പേടിയോടെ തൻ്റെ കണ്ണുകൾ മാത്രം ഉയർത്തി എതിർവശത്തിരിക്കുന്ന ശ്രീറാമിനൊന്നു നോക്കി. അതേ നിമിഷമാണ് ഗോപികയിൽ നിന്നും തെന്നിമാറിയ ശ്രീറാമിൻ്റെ നോട്ടം ദയയിൽ എത്തിച്ചേർന്നത്. ഉടനടി പതർച്ചയോടെ തൻ്റെ മിഴികൾ താഴ്ത്തിയവൾ പാത്രത്തിലെ ചോറ് ധൃതിയിൽ വാരി വായിലേക്കിട്ടു. അത് കാണെ ശ്രീറാമിന് ചിരി വന്നു. അതേ ചിരിയോടെ അവൻ കഴിച്ചു കഴിഞ്ഞ തൻ്റെ പാത്രവുമായി അടുക്കളയിലേക്ക് നടന്നു. കുളക്കടവിലെ കൽപ്പടവിലിരിക്കവേ മുന്നോട്ടെന്ത് എന്ന ചോദ്യമായിരുന്നു ശ്രീറാമിൻ്റെ ഉള്ളാകെ. അരികിൽ വെച്ചിരിക്കുന്ന ഫോൺ റിംഗ് മുഴങ്ങി കട്ടാകുന്നതൊന്നും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണ് ഇത്രയും നാളും വിവാഹമേ വേണ്ടെന്ന് തീരുമാനമെടുത്തത്. എന്നിട്ടിപ്പോൾ 30 വയസ്സായി തനിക്ക്. 20 വയസ്സെങ്കിലും കാണും അവൾക്ക്. തൻ്റെ അമ്മയെടുത്ത തീരുമാനത്തോട് ആദ്യമായി അവന് ദേഷ്യം തോന്നി. മോനെ. ശബ്ദം കേട്ട് പിന്തിരിഞ്ഞ ശ്രീറാം കണ്ടത് ഏറ്റവും മുകളിലെ കൽപ്പടവിൽ ചുവര് താങ്ങി നിൽക്കുന്ന പ്രഭാകരവർമ്മയാണ്. തൻ്റെ ഉള്ളിൽ പുകഞ്ഞു കത്തിക്കൊണ്ടിരിക്കുന്ന ആകുലതകളെയെല്ലാം മനഃപൂർവ്വം മറന്നുകൊണ്ടവൻ അദ്ദേഹത്തെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു. ഒന്ന് പിടിക്കോ കുട്ടിയെ? ഒറ്റയ്ക്ക് ഇറങ്ങാനുള്ള ആവത് ഈ കിളവിനില്ല. കേട്ട മാത്രം ശ്രീറാം പടികൾ ഓടിക്കയറി അദ്ദേഹത്തിന് നേരെ തൻ്റെ വലത് കരം നീട്ടി. അവൻ്റെ ഉള്ളം കൈയിലേക്ക് തൻ്റെ വിറയ്ക്കുന്ന കൈ കോർത്തയാൾ വളരെ സാവധാനത്തിൽ പടിക്കെട്ടുകൾ ഓരോന്നായി ഇറങ്ങി. ആ വാതിലങ്ങ് അടച്ചേക്ക് കുട്ടിയെ. എനിക്കൊരു കൂട്ടം പറയാനുണ്ട് തന്നോട്. കുളപ്പുരയുടെ മരവാതിലേക്ക് മിഴികൾ നീട്ടി അദ്ദേഹം പറഞ്ഞപ്പോൾ ശ്രീറാം അനുസരണയോടെ തലയാട്ടി പോയി വാതിലടച്ച് കൊളുത്തിട്ട് വന്നു. മുത്തശ്ശന് എന്നോടെന്തെങ്കിലും പറയാനുണ്ടായിരുന്നു വെച്ചാൽ വിളിച്ചാൽ പോരായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. വയ്യാണ്ട് എന്തിനാ ഇത്രയും നടന്നു വന്നത്? എവിടെയെങ്കിലും വീണിരുന്നെങ്കിലോ? സ്നേഹം ചാലിച്ച അവൻ്റെ ശാസന കേൾക്കെ ആ വൃദ്ധൻ്റെ ചുണ്ടുകൾ നേർമയിലൊന്നു വിരിഞ്ഞു. അല്പസമയത്തിന് ശേഷം അയാൾ തൻ്റെ അരയിലെ മുണ്ടിനിടയിൽ തിരുകിയ മുദ്രപത്രമെടുത്ത് ശ്രീറാമിന് നേരെ നീട്ടി. അവൻ കാര്യം മനസ്സിലാകാതെ അദ്ദേഹത്തെ മിഴിച്ചു നോക്കി. ഇത് തറവാടും ചായ്പും അടക്കമെല്ലാം ഞാൻ ദച്ചുവിൻ്റെ പേരിലാക്കിയ രേഖകളാണ്. ഇവിടെ ആർക്കും ഈ കാര്യം അറിയില്ല. അറിഞ്ഞാൽ അവരവളെ കൊല്ലാൻ പോലും മടിക്കില്ല. അയാൾക്കുള്ളിലെ ഭയം ആ കണ്ണുകളിൽ പോലും പ്രതിധ്വനിക്കുന്നുണ്ടെന്ന് തോന്നി ശ്രീറാമിന്. ഇതെന്തിനാ മുത്തശ്ശ എനിക്ക്? എൻ്റെ കുഞ്ഞിനെ വിശ്വസിച്ചേൽപ്പിക്കാൻ എനിക്ക് നിങ്ങളല്ലാണ്ട് ആരുമില്ല മോനെ. എല്ലാം എൻ്റെ തെറ്റാ. ദുരഭിമാനം കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതമാണ് ഞാൻ തകർത്ത് കളഞ്ഞത്. സാവിത്രിയേക്കാളും ശേഖരനേക്കാളും ഞാൻ സ്നേഹിച്ചത് എൻ്റെ അമ്മാളൂനെയായിരുന്നു. എന്നിട്ട് അവളുടെ കുഞ്ഞിനോട് തന്നെ ഞാൻ. ഇടർച്ചയോടെ അദ്ദേഹം തൻ്റെ വാക്കുകൾ പാതി വഴിയിൽ നിർത്തി. അമ്മാളോ? ശ്രീറാം സംശയത്തോടെ ആരാഞ്ഞു. സുഭദ്ര, ദച്ചുവിൻ്റെ അമ്മ. ഞങ്ങൾ അമ്മാളൂ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അത്രയ്ക്ക് കാര്യമായിരുന്നു അവരെല്ലാവർക്കും. മിടുക്കിയായിരുന്നു. അവളുടെ കല്യാണം ഉറപ്പിച്ച സമയത്താണ് അവൾക്ക് മറ്റൊരു സ്നേഹബന്ധം ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത്. വാസുദേവൻ, ശേഖറിൻ്റെ രവിയുടെ ഉറ്റ സുഹൃത്തുക്കളിൽ ഒരാൾ. നല്ലവനായിരുന്നു. പക്ഷേ അന്നത്തെ ശ്രീകോവിലകത്തിൻ്റെ പെരുമയ്ക്കും പ്രശസ്തിക്കും പറ്റിയൊരു ബന്ധമായിരുന്നില്ല അത്. സ്ഥാനം കൊണ്ടും ജാതി കൊണ്ടും പണം കൊണ്ടും അവരെക്കാൾ ഉയർന്നവരായിരുന്നു
കോവിലകത്തുള്ളവർ. അവളുടെ ആഗ്രഹം നടക്കില്ലെന്ന് ഞങ്ങളും. ദേവനല്ലാതെ മറ്റാരെയും വിവാഹം ചെയ്യില്ലെന്ന് അവൾ ഉറപ്പിച്ച് പറഞ്ഞു. ഒടുക്കം അവൾ ദേവനൊപ്പം പോയി. വലിയ നാണക്കേടായിരുന്നു എനിക്കത്. എൻ്റെ അഭിമാനത്തിനേറ്റ ക്ഷതം എനിക്കെൻ്റെ മകളോടുള്ള വിദ്വേഷവും വാശിയായി മാറി. അവൾ പോയതിൻ്റെ പിറ്റേന്ന് അവൾ മരിച്ചെന്ന് സങ്കല്പിച്ച് അവൾക്കായി ഞാൻ പിണ്ടം വെച്ചു. പറയുമ്പോൾ നിറയുന്ന കണ്ണുകളെ അയാൾ ഉള്ളം കൈയാൽ അമർത്തി തുടച്ചു. എൻ്റെ കുഞ്ഞിനോടുള്ള ദേഷ്യം അവൾ മരിച്ചെന്നറിഞ്ഞിട്ട് മാറിയില്ല. ഇല്ല, മാറിയിരുന്നു. എൻ്റെ കുട്ടി മരിച്ചെന്നറിഞ്ഞപ്പോൾ ആരും കാണാണ്ട് ഞാൻ നെഞ്ച് പൊട്ടിക്കരഞ്ഞിരുന്നു ഈ കുളപ്പടവിൽ വെച്ച്. അവസാനമായി എൻ്റെ മോളുടെ മുഖം ഒന്ന് കാണുമെന്ന് കുന്നോളം ആശ ഉണ്ടായിട്ടു ഞാൻ പോയില്ല. പോകാൻ തുനിഞ്ഞ എൻ്റെ ഭാര്യ കൗസല്യയെ സമ്മതിച്ചില്ല. എൻ്റെ ദുരഭിമാനവും അനാവശ്യമായ പിടിവാശിയായിരുന്നു കാരണം. അവൾക്കൊരു കുഞ്ഞുണ്ടെന്ന് രവി പറഞ്ഞപ്പോൾ കൗസല്യ നിർബന്ധം പിടിച്ച് അവളെങ്ങോട്ട് കൊണ്ടുവരാൻ. പുറമേ ദുശാഠ്യം കാണിച്ചിരുന്നെങ്കിലും എൻ്റെ മോളുടെ കുട്ടി ഒരനാഥയെപ്പോലെ വളരാൻ ഞാനും ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെയാണ് അവളിങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എൻ്റെ ദുർവാശി കാരണം അതിനെ സ്നേഹത്തോടെ ഒന്ന് നോക്കിയിട്ട് പോലുമില്ല ഞാൻ. സിദ്ധാർത്ഥനെയും സ്വാധീനയും കൊഞ്ചിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കാൽ ചോട്ടിൽ വന്നിരിക്കുമായിരുന്നു. അവർക്ക് മിഠായികൾ വാങ്ങി നൽകുമ്പോൾ എനിക്ക് നേരെ പ്രതീക്ഷയോടെ നീളുന്ന കുഞ്ഞി കൈകളെ ഞാൻ മനഃപൂർവ്വം അവഗണിച്ചു. തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് സാവിത്രി അവളെ ഉപദ്രവിക്കുമ്പോഴെല്ലാം ആ കുഞ്ഞി കണ്ണുകൾ എനിക്ക് നേരെ അല്പം കനിവിനായി യാചിക്കുന്നത് അറിഞ്ഞിട്ടും ഞാൻ മൗനം പാലിച്ചു. അവളെന്നൊരു പിഞ്ചു കുഞ്ഞി വീട്ടിലുണ്ടെന്ന് പോലും ഞാൻ പലപ്പോഴും മറന്നു. അല്ല, മറന്നെന്ന് നടിച്ചു. എല്ലാം എൻ്റെ തെറ്റാ. അത് മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി. അയാൾ വിങ്ങിക്കരഞ്ഞു. ശ്രീറാമിൻ്റെ കണ്ണുകളും നിറഞ്ഞു. ഒരിറ്റ് കനിവോ സ്നേഹമോ ലഭിക്കാതെ ഇത്രമാത്രം അവഗണനകളും ഉപദ്രവങ്ങളും ദുരനുഭവങ്ങളും പേറിയ അവൾ ഈ കാലം അത്രയും എങ്ങനെ ജീവിച്ചു? ഹൃദയത്തിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു ശ്രീറാമിന്. അവൻ ഒരു നിമിഷം ദയയുടെ സ്ഥാനത്ത് ഗോപികയെ ചിന്തിച്ചു നോക്കി. കുഞ്ഞു ഗോപു അല്പം പരിഗണനയ്ക്കായി, സ്നേഹത്തിനായി തങ്ങൾക്ക് മുമ്പിൽ നിന്ന് കീഴുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അവളുടെ മുഖമൊന്ന് വാടുമ്പോൾ തകരുന്നത് തൻ്റെ നെഞ്ചകമാണ്. അവൻ കണ്ണുകൾ ഇറുക്കെ അടച്ചു തുറന്നു. ശ്രീറാമിന് തനിക്ക് മുന്നിൽ നിൽക്കുന്ന വൃദ്ധനോട് അതിയായ ദേഷ്യം തോന്നി. ഇതിലും ഭേദം അവൾ അനാഥയായി ജീവിക്കുന്നതായിരുന്നെന്ന് അയാളുടെ മുഖത്ത് നോക്കി തുറന്നടിക്കാൻ മനസ്സ് വെമ്പി. പക്ഷെ ചെയ്തുപോയ അപരാധങ്ങളുടെ ചുഴിയിലകപ്പെട്ട് ശ്വാസം മുട്ടുന്നയാളെ വീണ്ടും ചവിട്ടിത്താഴ്ത്താൻ മനസ്സ് വന്നില്ല. പക്ഷെ ചിലതൊക്കെ അയാൾ അറിയണമെന്നവൻ മനസ്സിലുറപ്പിച്ചു. ഇതിനും അപ്പുറത്തേക്ക് ആ പെൺകുട്ടി അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ച് മുത്തശ്ശൻ അറിയുമോ? അദ്ദേഹം കാര്യം മനസ്സിലാകാതെ ഉദ്വേഗത്തോടെ ശ്രീറാമിനെ നോക്കി. ആ വീട്ടിൽ ഇത്രയും വർഷങ്ങളായവൾ എല്ലാ അർത്ഥത്തിലും ചൂഷണത്തിനിരയാവുകയായിരുന്നു, ശാരീരികമായും മാനസികമായും. മോനെ. പ്രഭാകരവർമ്മയുടെ ശബ്ദം വിറച്ചു. അറിയില്ല അല്ലേ? ഞാൻ കരുതി എല്ലാം അറിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യത്തിലും മൗനം പാലിച്ചതാണെന്ന്. ശ്രീറാം അദ്ദേഹത്തെ പരിഹസിച്ചു. അവൻ്റെ വാക്കുകൾക്കിടയിൽ നിന്നും തന്നിലേക്ക് കുത്തി തുളച്ചു കയറുന്ന കുറ്റപ്പെടുത്തലുകളുടെ അമ്പുകൾ അയാളിൽ ആഴത്തിലുള്ള മുറിവുകൾ തീർത്തു. പിന്നീട് അവൻ ഒരുവിടുന്ന ഓരോ വാചകങ്ങളും അയാൾ നടുക്കത്തോടെയാണ് കേട്ടുനിന്നത്. രക്തമൂറുന്ന മുറിവുകളിൽ അവ വീണ്ടും വീണ്ടും കഠിനമായി വരഞ്ഞു. കുറ്റബോധം ഒരു നാഗത്തെപ്പോലെ അയാളുടെ ഉടലാകെ ചുറ്റി വരിഞ്ഞ് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നു. അയാൾക്ക് തളർച്ച തോന്നി. കണ്ണുകൾ മേൽപോട്ട് മറിഞ്ഞപ്പോൾ ശ്രീറാമിൻ്റെ ദേഹത്തേക്ക് കുഴഞ്ഞു വീഴുമ്പോൾ ഇരുട്ടിൽ തെളിഞ്ഞ മുഖം ഒരു കൊച്ചു പെൺകുട്ടിയുടേതായിരുന്നു. ആദ്യമായി തൻ്റെ തറവാടിനുമ്മറത്ത് വല്ലാത്ത പരിഭ്രമത്തോടെ രവീന്ദ്രൻ്റെ ചൂണ്ടുവിരലിൽ മുറുകെ പിടിച്ചു നിൽക്കുന്ന വെറും 4 വയസ്സ് മാത്രം പ്രായമുള്ള സുന്ദരി പെൺകുട്ടിയുടെ മുഖം. ദയാദുർഗ എന്ന അബലയായ പെൺകുട്ടിയുടെ മുഖം. കുളത്തിൽ നിന്നും കൈക്കുമ്പിൾ നിറയെ തെളിനീര് ശേഖരിക്കവേ ശ്രീറാമിൻ്റെ കൈകൾ വിറപൂണ്ടു. ഒന്നും പറയേണ്ടിയിരുന്നില്ല.
അദ്ദേഹത്തിൻ്റെ പ്രായത്തെയും. അദ്ദേഹത്തിൻ്റെ പ്രായത്തെയെങ്കിലും മാനിക്കണമായിരുന്നു താൻ. എടുത്തു ചാടി ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ്. വിചാരങ്ങളെക്കാളേറെ ആ സമയത്ത് പ്രവർത്തിച്ചത് വികാരങ്ങളായിരുന്നു. അവൻ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് കൈക്കുമ്പിൾ നിറച്ച വെള്ളം പ്രഭാകരവർമ്മയുടെ മുഖത്തേക്ക് ശക്തമായി കുടഞ്ഞു.